7037 എടാ 7037 മാർക്ക് ചെയ്യണേ. ഞാനിപ്പോ ഷമീറിനെ കണ്ടിട്ട് ഹെൽത്ത് ഒക്കെ നോക്കണേ. ഫാമിലി സെമിത്തേരിന്റെ അപ്പുറത്ത്. ഒരു മിനിറ്റ് ക്രിസ്മസ് ഒക്കെ ഫാമിലി. നിങ്ങളുടെ ഒരു വണ്ടി 101 ഉണ്ട്. ഹോപ്പ് യുവർ വെൽ ചേട്ടാ. എന്നെ സ്റ്റീവ് ഗ്യാങ്സ് ഒക്കെ കാണിച്ചു ഉള്ളിൽ കയറിയില്ല. ബൈ ദ വേ ഇനി ചേട്ടന്റെ വീടൊക്കെ കണ്ടതിൽ സന്തോഷം. ടൈം പാസിന് നോക്കുന്നതല്ല, മനസ്സിലായോ മന്ദാരോ? എന്റെ പെങ്ങളാണ് മന്ദാരം. അച്ഛനെ കേറി ഇടാന്ന് ഫേക്കല്ലേ, ഒറിജിനൽ അല്ലല്ലോ. തീട്ടപ്പറമ്പിൽ ദത്തെടുത്തില്ലടാ ഞാൻ നിന്നെ ഒന്നുമില്ലെങ്കിൽ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ആക്കി. ഇത്ര സമയം ഞാൻ വെയിറ്റ് ആക്കിയില്ലേ, നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ആക്ക്. ഇത്ര സമയം നമ്മ വെയിറ്റ് ആക്കിയില്ലേ, കുറച്ചേരം വെയിറ്റ് ആക്കട്ട്. ഒരു പേപ്പർ എടുക്കാൻ ഇത്ര സമയം പോയല്ലേ, തീർന്ന്. എടാ അത് വെറും പേപ്പർ അല്ലല്ലോടാ. എന്തായാലും പറഞ്ഞു ഇത്ര മണിക്കൂർ 10:45 പറഞ്ഞു. ഇനി 3/4 മണിക്കൂർ ഒരു പേപ്പർ കിട്ടാൻ. എന്തിത് എന്തിലങ്ങനെ അക്ഷയന്ന് കിട്ടാറേ? അക്ഷയന്ന് എടുത്താ പോരെ? എന്താ പച്ച കിടക്കുന്ന വീട്, പച്ച കിടക്കുന്ന ആ ഫ്രണ്ട് ഇതുകൊണ്ടാ നിൽക്കുന്ന അല്ലല്ല ഇതല്ല, ഇത് സ്റ്റേക്കിന്റെ വീട്. റൈറ്റ് സൈഡിൽ കാണുന്നു. ഗ്യാങ്സ് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് സുഖല്ലേ? സുഖം. പിന്നെ 17 ഒരു പാർട്ടി ഉണ്ട്, ഫ്രീ ആണെങ്കിൽ ഒന്ന് വരുമോ? എന്തിന്റെ പാർട്ടിയാണ്? പെണ്ണിനെ പ്രണയിക്കുന്നുണ്ട്, താരാന്ന പേര്. അപ്പൊ അവളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. വാസോണനും കൂടി പാർട്ടിയോ? ആഗ്രഹങ്ങളല്ലേ വസ്ത്രം, അതങ്ങനെയാണല്ലോ. എല്ലാം പുതിയ താരയുടെ ഫുൾ നെയിം എന്താണ്? പോവാൻ തോന്നുന്നു. നല്ല കുട്ടിയാ, പാവ കുട്ടിയാണ് ഷമീർ. നല്ല കുട്ടിയാ, പാവ കുട്ടിയാ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. താരക്ക് അറിയാം എന്നെ, താരയുടെ അടുത്ത് ചോദിച്ചാൽ മതി. കൊറേ പാട്ടെല്ലാം പാടി തന്നെല്ലാം പറഞ്ഞു ഷമീറിന്റെ അടുത്ത്. അതെ അണ്ണനും പാടി കൊടുത്തില്ല. പാടിക്കൊടുക്കരുത് കേട്ടാ. ഇല്ല ഞാൻ പാട്ടൊന്നും പാടിക്കൊടുക്കില്ല. താര നമ്മളൊരു ഫ്രണ്ടായിട്ടാ കാണുന്നത്. ഇനിയിപ്പോ ഷമീറിന്റെ ലവറോടൊന്നും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെസ്പെക്റ്റിലല്ലേ കാണുള്ളൂ താരയൊക്കെ. അതെ അപ്പൊ അണ്ണ എന്തായാലും വരാൻ നോക്കണം മാക്സിമം. എന്ത് വിഷയാന്ന് പറഞ്ഞാലും അന്നത്തെ ഒരു ദിവസം ഒന്ന് വരണം. ഡേറ്റ് എന്നാണ്? 17. സാധാരണ കല്യാണ പരിപാടികൾക്ക് റിജക്ട് ചെയ്താൽ ആ പാർട്ടി കൊളായില്ലേ? ഒരു മിനിറ്റ്, ഞങ്ങള് ഫാമിലി ആയാണ്ട് ഒന്ന് ഗ്യാങ് ഹൗസിൽ വന്നാലോ ഒരു ദിവസം എല്ലാരും കൂട്ടി? ഫാമിലി ആയിട്ട് തുടങ്ങിയോ? ഇല്ല, മോണിറ്ററിംഗിലാ നമ്മള്. ഫാമിലി ആയതിനു ശേഷം വന്നാൽ മതിയോ? അറിഞ്ഞൂടാ, ഇപ്പൊ ലോയൽറ്റി പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, ആയിട്ടില്ല. ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. വന്നിട്ടൊന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെടാലോ, പേരൊക്കെ എല്ലാവർക്കും. ഷമീറ, ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ടി വി ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ പറയുന്നത് നമ്മളായിട്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല ഷമീറ. നിങ്ങളിപ്പം ഷമീറിനെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 10-30 പേരുണ്ട്. ഈ മോണിറ്ററിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എല്ലാരും ബാധിക്കും. അതാ ഞാൻ പറഞ്ഞത് നമുക്കറിയാം. ഞങ്ങളത് ഈ നമ്മുടെ കൂട്ടത്തിലും നിങ്ങളുടെ കൂട്ടത്തിലും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നലത്തെ സിറ്റുവേഷൻ ആണെങ്കിലും അത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ നിങ്ങളുടെ ഗ്യാങ് ഗാങ്സിനോട് പോയിട്ട് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ അവരങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായി. നിങ്ങളുടെ മോണിറ്ററിംഗ് പീരീഡിൽ എന്തെങ്കിലും മണ്ടത്തരം ചെയ്താൽ ഗ്യാങ് റിജക്റ്റ് ആവും. അതാണ് പ്രശ്നം. ഇല്ലില്ല, ഇനി ഞാൻ കാര്യങ്ങളിൽ പഠിക്കാം. ഓനത് കുറച്ച് ഓന്റെ ഭാഗത്ത് പറ്റിയ പ്യൂർലി ഓന്റെ മിസ്റ്റേക്ക് ആണ്. അതെ എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു.
ഇല്ല, അത് അപ്പൊ അണ്ണ ഇതൊന്ന് മനസ്സിൽ വെച്ച് വരാതിരിക്കരുത്, പരിപാടിക്ക് എന്തായാലും വരണം. അയ്യോ, അങ്ങനെ. ഞാൻ വരാം. എന്റെ ആദ്യത്തെ പ്രണയാണ്. അപ്പൊ ഇത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നേരെ അതിലേക്ക് തുള്ളാനുള്ള പരിപാടിയാണ് വെച്ചിട്ട് പരിപാടി നടക്കുന്നത്. ഇത് ഞാനൊരു കാര്യം പറയാം ഷമീറെ, അധികം പ്രതീക്ഷകളൊന്നും കൊടുക്കരുത്. ഇവിടുത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസരം വിഷമിക്കും. വാസ്തവണ്ണ ഇപ്പൊ വിഷമുണ്ട്, കണ്ണാട് പോയാത്തണ്ടാ പിന്നെ കണ്ടു നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ നോക്കിയ അങ്ങനൊന്നുമില്ല ഷമീറെ. റെക്കോർഡൊന്നും പറയല്ലേ, മുണ്ടാണ്ടൊക്കെ ചെയ്യിക്കേ. റെക്കോർഡൊന്നും പറയല്ലേ. അപ്പൊ എന്തായാലും പരിപാടി വരണം. എല്ലാ പരിപാടിയും ഉണ്ട്, കള്ളുണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ മദ്യപിക്കാറില്ല, ഞങ്ങൾ മദ്യപിക്കാറില്ല. മദ്യം വിഷമാണ്, അത് കുടിക്കരുത്. മീൻസ് അങ്ങനെയുള്ള ആരെങ്കിലും മദ്യപിക്കണ്ട വേറെ സാധനം തരാം. അയ്യോ, നമ്മള് വേറെ ഒരു പരിപാടി ഇല്ല, ഒന്നും എല്ലാത്തിനും എതിരാണ് നമ്മളെ. ജോയിന്റ് അടിക്കുന്നോ? അല്ല അത് നമ്മള് കുറച്ച് സീക്രട്ട് ആയിട്ട് കൊണ്ടെടുക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങനെയാണ് ഇല്ല, ഒഞ്ഞിരുന്ന് അടിച്ചാൽ മതി, ആരും കാണണ്ട. ഒഞ്ഞിരുന്ന് ഇല്ല, കൊച്ചിലോട്ട് എന്നെ അങ്ങനെയാണ് വളർത്തിയത്. അപ്പൊ ഞാനത് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത് ഇതാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ഒന്ന് മാറ്റി വെച്ച് എന്തായാലും വരണം. കാരണം എന്റെ ജീവിതം അന്നാണ് ശരിക്കും തുടങ്ങുന്നത്. അപ്പൊ ഇവന് ആവശ്യമില്ലാത്ത ഹോപ്പാന്നേ, ആവശ്യമില്ലാത്ത ഹോപ്പാണ്. ഒരുപാട് ഹോപ്പിലിരിക്കില്ലേ ഷമീറെ? അഥവാ റിജക്ട് ഒക്കെ ചെയ്താൽ എന്തിന് താങ്ങാൻ പറ്റുമോ? എല്ലാരും അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് സമീറ, എനിക്കറിയില്ല. എന്താ പ്രപ്പോസ് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ, എനിക്ക് താല്പര്യമില്ല. എന്നെ എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് സത്യം. എങ്ങനെ പ്രപ്പോസ് അങ്ങോട്ട് ചെയ്യാനാണോ പ്ലാൻ ഷമീറിന്? ഞാൻ പോയിട്ട് ഞാൻ പറയും ഒരു പിക്കപ്പ് ലൈനും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എന്റെ പിക്കപ്പ് ലൈന് പറഞ്ഞുതരാം. വേവാത്ത റൊട്ടി തിന്നാൻ പറ്റില്ല, നനന്ന ചെട്ടി ഇടാൻ പറ്റില്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ചെട്ടിയാ നനഞ്ഞ ചെട്ടിയാ എടാ ഈ ജെട്ടിക്കകത്തോണ്ട് പറയരുത്, മനസ്സിലായ? എന്നോട് സംസാരിക്കാൻ പോകുമ്പോ നമ്മൾ ഈ ജെട്ടി കേസ് ഒക്കെ പറയണ ചിലപ്പോ ഇംപ്രസ് ആയാലും എന്ത് ചെയ്യും? സത്യം വാസുണ്ണൻ ഒരു എന്താ പറയാ, ഒരു കാസനോവ ആണല്ലോ. അപ്പൊ വാസുണ്ണൻ ഒരു ഇത് പറഞ്ഞു എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. എനിക്ക് ജെൻസി പിള്ളേരെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. ഞാൻ ഇപ്പോഴും 90s സാധനങ്ങളൊക്കെ പിടിച്ചാണ് ഞാൻ ജീവിച്ചു പോണത്. നമ്മൾ ആ പ്രായത്തിലുള്ള കുറച്ച് പെൺപിള്ളേരെയാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ ഞാനിവിടെ ഉണ്ടാവും. ഉറപ്പായിട്ട്. അയ്യോ ഒന്നുകൂടെ ഡേറ്റ് മറന്നുപോയി. ഇന്നത്തെ ഡേറ്റ്? ഇന്ന് 12. പക്ഷേ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്യാറുണ്ട്. ബർത്ത്ഡേയാ. ഓ അന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാ. അന്നൊരു മരണം കൂടി ഉണ്ടാവേ. അക്സെപ്റ്റ് ചെയ്താ എല്ലാ വർഷം ബർത്ത്ഡേയും നിങ്ങളുടെ ലവ് ആനിവേഴ്സറി ഒരുമിച്ച്. ഏതാ ലൈഫ്? ഷമീറിന്റെ ഡെത്ത് ആനിവേഴ്സറി എല്ലാ വർഷവും. അപ്പൊ അന്നൊന്ന് ഒരു മോട്ടിവേഷൻ എന്തൊക്കെ തരുമോ? മോട്ടിവേഷൻ ഒന്നുമില്ല, ഓൾ ദ വെരി ബെസ്റ്റ്. നേരെ പോയി കോൺഫിഡന്റ് ആയിട്ടൊക്കെ ചെയ്യാ. മേരി, അവളും പോയ രാജേശ്വരി, അത്രേ ഉള്ളൂ നമുക്ക്. രാജേശ്വരി ആരാ? പോയാൽ ഞാൻ എന്തായാലും അന്നെ അടുത്ത് കാര്യമായിട്ടൊന്ന് വരുന്നുണ്ട്. അല്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും വട്ടത്തിൽ നിന്ന് ജോയിന്റ് അടിക്കാം, പ്രശ്നമല്ല. നിങ്ങൾ സംസാരിക്കരുത് ഹലോ വാസണ്ണ, പറഞ്ഞു. ഇച്ചൊരു പിക്കപ്പ് ലൈൻ ഉണ്ട്, ഞാൻ പഠിച്ചു വെച്ചതാ എന്റെ പെണ്ണിനോട് പറയാന്. ഞാനിടും ഷെഡി, ഇജുണ്ടും ഷെഡി, നമ്മൾ രണ്ടാളും ഷെഡി. ഇപ്പൊ ഇന്നലെ ഇതൊരു പെണ്ണിന്റെ മുമ്പിലുള്ള ഫുൾ വലിയ മല ഏതൊരു പെണ്ണിന്റെ ചേട്ടന്മാരിൽ അവിടെ വന്ന് ഒരു മല മുഴുവൻ എഴഞ്ഞ് കയറ്റി അവിടെ നിന്ന് എഴഞ്ഞ് ഇറക്കിപ്പിച്ച്. അങ്ങനെ പറയല്ല ചങ്ങായിയാ. ഇങ്ങനെയാണോ ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കില്ല? പെണ്ണിനോട് പറഞ്ഞിട്ടില്ലല്ലോ.
നല്ല പിക്കപ്പ്. നല്ല പിക്കപ്പ്. എന്നെ ഒന്ന് തിരിച്ചവിടെ ഡ്രോപ്പ് ചെയ്തേക്കട ഗൈസ്. അണ്ണ ഒറ്റക്കേ ഉള്ളോ? ഓ ഞാനല്ല, ഞാൻ അല്ലല്ല, ഇത് രണ്ട് മന്ദാരം മുച്ചിറി ഞങ്ങൾ 3 പേരുടെ മുന്തിരി 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 അല്ല മുന്തിരി അതത്. അല്ലാതെ നമ്മളെ ബന്ധം അങ്ങനെയാ. പരിപാടികളല്ല, ഇതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് പോകും. പിന്നെ ഇപ്പൊ റോബറി ഉണ്ട്, അതിന് പോകാൻ വേണ്ടി പോയത്. ആണല്ലേ? കല്യാണത്തിന് വന്നാലേ പറയുന്നത്. അണ്ണന്റെ പരിപാടി എന്തല്ല? ഞങ്ങള് വേറെ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതാ ഞാൻ വിളിച്ചപ്പോ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. 2 ദിവസമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? ആ അതെ അതെ അതെ. ബാത്റൂമിലെ റോബറി കാരനാ? അന്ന് തിരക്കായിട്ട് പിന്നെ നമുക്ക് ആയോ ടൈം ആയോ ശരിക്കും? നമുക്ക് പോവാനായോ? സിറ്റിയൊക്കെ പഠിച്ചോ? സാധനം മേടിക്കാൻ പോയതാ. എന്ത് പഠിച്ചോന്ന്? സിറ്റിയൊക്കെ പഠിച്ചോ? സിറ്റിയിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? ആ സിറ്റി പഠിച്ചു വരുന്നു. ഞാൻ എനിക്ക് കുറച്ച് പാസ്വേഡിനെ പറ്റൂലേ? പാസ്വേഡിന്റെ പിള്ളേരോടൊന്ന് പറയണം. അത് കണ്ടോ? ഞാൻ അത്ര പ്രോ ആയിട്ടില്ല. ചോദിച്ചാണ്ട് കുറച്ച് കാര്യം അതെ, ഷെമീറിനെ കുറെ പേർക്ക് അറിയത്തില്ല അതിനകത്ത്. പിന്നെ അതായത് ഞാൻ പറയണത് അല്ല, അതിന് വാസണ്ണ ഇവനതിന് ഷമീർ എന്നല്ല പറയുന്നത്, കണ്ണൂർ കിങ് എന്നാ പറയുന്നത്. അതുകൊണ്ടാ മനസ്സിലാവാത്ത. ഓ അതാണ് പ്രശ്നം. അതാ പ്രശ്നം. നമ്മൾ ആദ്യമേ ഇവിടെ വന്ന് കണ്ണൂർ കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആരും കേൾക്കത്തില്ല. കിങ് ആയതിനു ശേഷം കിങ് ആയെന്ന് പറയണതല്ലേ നല്ലത്. അതെ 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 അതാണ് ആദ്യമേ പറഞ്ഞു ആവേശം കൂടി പോയി. കിരീടമില്ലാത്ത കിങ്ങ ജെട്ടി ഇട്ടതിന് ശേഷം മുണ്ട് നോക്കി കാണിക്കുക, അല്ലെങ്കിൽ എല്ലാവരും അതെ. അപ്പൊ അണ്ണ അല്ല പറ്റുമെങ്കിൽ പിള്ളേരോടൊന്ന് ഇൻഫോം ചെയ്യണം. ഇങ്ങനെ മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരുത്തം വരും, വലിയ കാര്യാക്കണ്ട, അങ്ങനെ പറഞ്ഞാ മതി. ഒരു മഞ്ഞ പേപ്പറുള്ള ആളുണ്ട് എമർജിയിൽ നിന്നെല്ലാം ഒന്ന് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റാക്കാം. എത്ര ദിവസം മോണിറ്ററിംഗ് പീരീഡ്? എത്ര ദിവസം മോണിറ്ററിംഗ് പീരീഡ്? ഇപ്പൊ ലോയൽറ്റി പോയിന്റ് ആയി വരുന്നുള്ളൂ. ലൈക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രോപ്പർ ഇത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ എത്ര പറ്റുള്ളൂ. points 250 ലോയൽറ്റി പോയിന്റ്സാ? ആ അത്രേ ഉണ്ട്. ഇപ്പൊ അത്ര ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു നിനക്കൊക്കെ എന്ത് ഭാഗ്യ, പണ്ടൊക്കെ 400 ആയിരുന്നു. എന്തായാലും ഇപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഗാങ്ങും ആവട്ടെ, അതുപോലെ പെണ്ണും സെറ്റ് ആവട്ടെ. സെറ്റ് ആവട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മാക്രോട് വിളിക്കാൻ പറഞ്ഞു. വിളിക്കാം. അണ്ണ എന്തായാലും വരണേ 17-ാം തീയതി മറക്കരുത്. ഓക്കെ വരാം. ഓൾ ദ ബെസ്റ്റ്. ശരിക്കും ഞാൻ വിട്ടാലോ ശരിക്കും വിടാം. ഓക്കെ 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 250 ലോയൽറ്റി പോയിന്റ്സ് ഉണ്ട് അണ്ണാ നമ്മളെ കൊമ്പ കൂടെ. എന്നെ ഒന്ന് മുതുക്കിലോട്ട് വിട്ടേക്കാം. ഷമീറ ആ പറ ബാ 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 ബാ. ഏതാ വണ്ടി ഏതാത്? ഇന്റെ അടുത്തുള്ള ഫോർച്യൂണർ എന്ത് വണ്ടി വലിയ ഇത് ഉസ്മാനാ അണ്ണാ? അത് ഉസ്മാൻ ഒരു മിനിറ്റ്. അത് ഉസ്മാൻ അല്ലത്. അതെ ഉസ്മാൻ. ഉസ്മാൻ എനിക്ക് എന്റെ വായിലെന്താ അപ്പിട്ടിനാ? ഇച്ചിരി ഞാൻ ഇച്ചിരി കൺട്രോൾ ചെയ്ത് ഇച്ചിരി ഇങ്ങനെ സാധനത്തിലാ. മിണ്ടുവെങ്കിലും ചെയ്യടാ ഉസ്മാൻ. നീ MRC-യിലൊക്കെ ഒരു വലിയ ആളായി. ഏത് വഴിക്ക് പോയാലും നാടെ പൊക്ക പിടിച്ചിരിക്കണ്ടായി. ഞങ്ങള് വലിയ ആൾക്കാര് വർത്താനം പറഞ്ഞാ ഉണ്ടായിരുന്ന ആണോ? അതാ അന്നത്തെ ഉസ്മാൻ അതിനെ എപ്പോഴും ഉണ്ടാൻ വരട്ടെ. അന്നല്ല ഉസ്മാൻ ഓടി വരും. നമ്മൾ മിണ്ടായിരിക്കും. അയലോക്കാർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവത്തില്ല ഇവര് തമ്മിൽ സംസാരിക്കുമ്പം. ഹലോ പറയണേ. ഒത്തിരി അന്ന് കാണാം. എന്താ പോയിട്ട് വരുന്നടാ. ഇപ്പൊ ഇങ്ങടെ പോണ എന്നെ അന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. എന്തിനാ എന്റെ വണ്ടി എടുക്കണേ റോബറിക്ക്? അത് വിളിക്കാം. ഇപ്പൊ കേറി എത്ര കുറച്ചേരം മുമ്പ് കേറി എത്രടാ? ആയിക്കോട്ടെ. ഹലോ ആ ശരി വാസണ്ണ. ശരി പോയിട്ട് വരാം. ശരി എന്നാ. ഓക്കെ ഉസ്മാനെ പോയിട്ട് വരാം.